ആശംസ. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ. അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിൽ വലിവായി പടരട്ടെ. അവരുടെ ഹൃദയം നിങ്ങളുടേതിനുമൊത്ത് ഇടിക്കട്ടെ. അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്ത് മുഴങ്ങട്ടെ. നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ. പി. മധുസൂദനൻ നായരുടെ ഞാനിവിടെയുണ്ട് എന്ന കൃതിയിൽ നിന്നാണ് ഈ ആശംസ എന്ന പാഠഭാഗത്തിൽ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് കൂടിയിട്ട് ചിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും വലിവായി പടരട്ടെ. അവരുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ആ ചിരിയിലൂടെ നിങ്ങളിലൂടെ അലിവായിട്ട് പടരട്ടെ എന്ന് പറയുന്നു. അവരുടെ ഹൃദയം നിങ്ങളുടേതിനുമൊത്തും ഇടിക്കട്ടെ. അവരുടെ ഹൃദയം നിങ്ങളുടേതിന് സമാനമായിട്ട് ഒരുപോലെ ഇടിക്കട്ടെ എന്ന് പറയുന്നു. അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്ത് മുഴങ്ങട്ടെ. അവരുടെ ശബ്ദം, അതുപോലെ ഹൃദയമിടിപ്പ്, നോവുകൾ അതെല്ലാം നിങ്ങളുടെ ചിരിക്കൊപ്പം ഒരുപോലെയാകട്ടെ എന്നാണ് പറയുന്നത്. നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. നിങ്ങൾക്ക് മറ്റൊരാളിനോട് തോന്നിയിട്ടുള്ള എല്ലാ പരിഭവങ്ങളും ഇതോടുകൂടി ഇല്ലാതാവട്ടെ. കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ. കാലം ഇരുട്ടിലാണ്, ആ ഇരുട്ടിൽ ജീവിതത്തിൻ്റെ വെളിച്ചം നിറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. ഈ പാഠഭാഗത്തിൽ നിന്ന് തന്നെ നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തു എന്ന് പറയുന്നു. മന്ദഹസിക്കുക, മന്ദഹസിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നൊക്കെ ഒരർത്ഥമാണ്. നോവ്, നോവ് എന്ന് പറഞ്ഞാൽ ദുഃഖം. അലിവ്, അലിവ് എന്ന് പറഞ്ഞാൽ പരിഭവം എന്ന് പറഞ്ഞാൽ പിണക്കം. കാണാതിരുന്നാൽ പിണക്കം, പരിഭവം തോന്നും. ചിരിക്കാതിരുന്നാൽ പരിഭവം, അതൊക്കെ അയാളിനോട് തോന്നുന്ന ഒരു പിണക്കം. പിണക്കമാണ് പരിഭവം. വെട്ടം എന്ന് പറഞ്ഞാൽ പ്രകാശം, വെളിച്ചം എന്നൊക്കെയാണ് അർത്ഥം.